അപ്പൊ ഗൈസ് രാവിലെ കണ്ടോന്ന് നോക്കിയപ്പോൾ എല്ലാവരും എണീറ്റിരിക്കുന്നു. നമ്മൾ സ്ലീപ്പർ ക്ലാസ്സിലായത് കാരണം നമ്മുടേതല്ലാത്ത കുറെ ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഒരു കൊച്ചെടുക്കാൻ നമ്മുടെ സീറ്റ് കിടന്ന് ഉറങ്ങി. നമുക്കറിയാവുന്ന ഹിന്ദിയിൽ അവരോട് ഇട്ട് പോകാൻ പറഞ്ഞു. പക്ഷെ ചെക്കൻ പോകില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ദീപക് അവൻ്റെ സ്വന്തം അനിയനായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചു. പിന്നെ നേരെ നമ്മുടെ സ്റ്റേഷനിൽ തിരിച്ചൽ അവിടെ നിന്ന് നേരെ പെട്ടിക്കടക്കി എടുത്ത് വണ്ടി കയറ്റി അവിടെ നേരെ വിട്ടു. അങ്ങനെ നമ്മൾ രാജസ്ഥാൻ ജയ്സൽമറിൽ തിരിക്കുന്നു. ഇവിടെ ഒരു ഒട്ടകത്തെ കണ്ടു ഞങ്ങൾ, എല്ലാരും കണ്ടു. അതെ, ആകെ മൊത്തം ഗോൾഡാണ് ഇവിടെ. അപ്പൊ ഇനി ഇവിടുത്തെ രാജസ്ഥാൻ കളികൾ മാത്രം. ഓക്കെ, നോക്കണ്ട ആ പട്ടീനെ ശരിക്കും മേടിച്ചു. അതായത് നമ്മൾ കുറച്ച് നേരം ഡെസേർട്ടിൽ കൂടി ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പോയി നമ്മൾ നമ്മുടെ സ്ഥലത്ത് ഇവിടെയായിരുന്നു നമ്മുടെ സ്റ്റേ. ഡെസേർട്ട് ഫോർച്യൂൺ റിസോർട്ട്. അടിപൊളിയായിരുന്നു, കൊള്ളായിരുന്നു. നല്ല ഊഞ്ഞാടാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ഇതായിരുന്നു നമ്മുടെ റൂം. AC ഒക്കെ കേട്ടോ, നല്ല അടിപൊളി ബാത്റൂം. നേരെ പെട്ടിങ്ങളൊക്കെ എടുത്ത് സെറ്റായിട്ട് ഫുഡൊക്കെ അടിച്ച് നമ്മൾ നേരെ പൂളിക്ക് ചാടി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് നേരം നമ്മളെല്ലാവരും വെള്ളത്തിലായിരുന്നു. വെള്ളം കളിയും പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി ഡ്രസ്സൊക്കെ മാറി നമ്മൾ അടുത്ത പരിപാടിക്ക് പോയി. ഈ പറഞ്ഞത് മാത്രം എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ അവിടെ നിന്ന് ഒറ്റ പോക്ക. ഇതുമെന്ന് ചാടി ഇറങ്ങി നമ്മൾ അടുത്തേക്ക് കയറി ക്വാഡ് ബൈക്കിങ്. അതും പൊളി സാധനം. അതുമെന്ന് ഇറങ്ങി പിന്നെ നമ്മൾ കയറിയത് ഒട്ടകപ്പുറത്തേക്ക് കയറി. ഇവനായിരുന്നു അതിന്റെ ഡ്രൈവർ. ആദ്യം പോകുമ്പോൾ ഭയങ്കര രാജകീയമായിരുന്ന പോക്കായിരുന്നു. പിന്നെ അവിടെ നിന്ന് അതിന്റെ കളി മാറി ഇവനെ ഓടിപ്പിക്കാന്നേ പ്രാന്തൻ. പൊട്ടിയതൊക്കെ വരിപ്പറക്കി നമ്മൾ നേരെ റിസോർട്ടിലേക്ക് കിട്ടും. നമ്മളവിടെ എത്തിയപ്പോഴല്ലോ ആകെ കൊട്ടുമ്പോഴൊക്കെ നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് നിൽക്കായിരുന്നു. നമുക്ക് എന്നിട്ട് കുറിയൊക്കെ കിട്ടുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു അവിടെ. അത് കഴിഞ്ഞ് നേരെ റൂമിൽ കയറി കുളിച്ച് റെഡിയായി പുറത്തേക്ക് പോകാനായിട്ട്. അവിടെ ദീപക്കിന്റെ ബെല്ലി ഡാൻസ് ഒക്കെ ആയിരുന്നു റൂമിൻ്റെ ഉള്ളത്, വേറെ കാര്യം. പിന്നെ അവർ നമുക്ക് കുറച്ച് സ്നാക്സും നല്ലൊരു അടിപൊളി ചായയും. ആ ചായ കുടിച്ച എല്ലാ പിള്ളേരും സെറ്റ് ആയിരിക്കുന്നു. കുറെ പരിപാടികളുണ്ടായിരുന്നു, ഒന്നും പറയാനില്ല. എല്ലാം ഒന്നിനൊന്ന് വെച്ച ഡാൻസ്, പാട്ട്, കച്ചേരി, കണ്ണുകൊണ്ട് മുട്ടുസുരി എടുക്കൽ, തീ തുപ്പൽ, പിന്നെ തലച്ചക്രം കറക്കൽ, അങ്ങനെ കുറെ പരിപാടികൾ. അവർ നമ്മൾ നല്ല രീതിക്ക് എന്റർടൈൻ ചെയ്യിപ്പിച്ചു. ഇത്ര നേരം നമ്മൾ അവരുടെ ഒരു ടൈപ്പ് സോങ്സിനൊക്കെ നമ്മൾ ഡാൻസ് കളിച്ചിരുന്നത്. ഇപ്പോൾ ഒരു മൂഡ് തരുന്നില്ല. കുറച്ചപ്പോൾ നമ്മൾ നമ്മുടെ പാട്ടിട്ടു, നമ്മുടെ ലാലേൻ്റെ പാട്ടിട്ടു. എൻ്റെ മോനെ. പിന്നെ സ്റ്റേജ് നമ്മൾ നമ്മുടെയാക്കി, ഒന്നും പറയാനില്ല. അങ്ങനെ അന്നത്തെ രാത്രി ഞങ്ങൾ ലാലേൻ്റെ പാട്ടിലൂടെ അവസാനിപ്പിച്ചു. അപ്പോൾ ബാക്കിയൊക്കെ അടുത്തിൽ. ഓക്കെ, ബൈ.